ഇപ്പോൾ നമുക്ക് കോട്ടയത്തെ അവസ്ഥ കൂടി നോക്കേണ്ടിയിരിക്കുന്നു. കോട്ടയത്ത് ഇന്നലെ പെയ്ത ശക്തമായ മഴയാണ് രാത്രി പെയ്തത്. അതിശക്തമായ മഴയാണ് എന്നുള്ളതാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു. മണ്ണിടിച്ചിലിൽ ആർക്കും പരിക്കില്ല. മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചു. വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ രാത്രി മുഴുവൻ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നെങ്കിലും രാവിലത്തേക്ക് മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലാണ് പ്രധാനമായിട്ടും ശക്തമായ മഴ ഉണ്ടായത്. ചിലയിടങ്ങളിൽ ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. മീനച്ചിൽ താലൂക്കിലെ തലനാട്, മേലെടുക്കം, പാതാമ്പുഴ, തിടനാട്, അടിവാരം, തീക്കോയി എന്നീ മലയോര മേഖലകളിലാണ് ശക്തമായ മഴ ഉണ്ടായത്. തീക്കോയി ഭാഗത്താണ് ഒരു വീടിന്റെ സമീപത്തേക്ക്, വീടിന്റെ ഭിത്തിയിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയുണ്ടായത്. മംഗളഗിരി സ്വദേശി തങ്കച്ചന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ഈ മണ്ണിടിച്ചിലിൽ വീടിന്റെ ഒരു ഭിത്തിക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തലനാട് മേലെടുക്കം ഭാഗത്ത് അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ഷാജി കുന്നിലിന്റെ വീടിന്റെ ഭിത്തിയിലേക്ക് കരിങ്കൽ കെട്ടും ഇടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിലാണ് പ്രധാനമായിട്ടും ഇന്നലെ മഴ ശക്തമായിട്ട് പെയ്തിരിക്കുന്നത്. എന്തായാലും രാവിലെയോടുകൂടി മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും മലയോര മേഖലയിലുള്ളവർക്കും ഈ നദീതീരത്ത് താമസിക്കുന്നവർക്കും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. പിന്നെ ശരി, താങ്ക് യു. ഗൂഗിൾ രമേശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.